കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ ഗവർണറും മുസ്ലിം ലീഗും രഹസ്യധാരണയുണ്ടാക്കിയെന്നാണ് ഉയരുന്ന ആരോപണം. യൂത്ത് ലീഗ് ദേശീയ നിർവാഹക സമിതി അംഗം എൻ എ കരീം, ലീഗ് മുൻ MLA TPM സാഹിറിന്റെ മകനും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ജിഷാന്റെ സഹോദരനുമായ ഹാഷിർ അലി, അഫ്സൽ സഹീർ എന്നിവർ ലീഗ് പ്രതിനിധികളായാണ് ഗവർണറുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്ന് MSF മുൻ വൈസ് പ്രസിഡന്റ് ഷൈജൽ വയനാട് ആരോപിച്ചു. കഴിഞ്ഞ UDF ഭരണകാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന VC ആണ് അബ്ദുൽ സലാം. അദ്ദേഹം ഇപ്പോൾ BJPയുടെ കൂടെയാണുള്ളത്. അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായി കോൺഗ്രസ് ലീഗ് നേതൃത്വവുമായി ഇങ്ങനൊരു ആവശ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് ചർച്ച നടത്തുകയും അതിനുശേഷം തുടർന്ന് ഉത്തരവാദിത്തപ്പെട്ട ലീഗ് നേതാക്കന്മാരുടെ അറിവോടുകൂടി തന്നെയാണ് ലിസ്റ്റ് ഗവർണർക്ക് കൈമാറിയിട്ടുള്ളത്. സെനറ്റ് വിവാദത്തിൽ ഗവർണർക്കെതിരെ ലീഗ് നേതൃത്വം മൗനം പാലിക്കുന്നത് ഇതുകൊണ്ടാണെന്നും ഷൈജൽ ആരോപിക്കുന്നു. ഏതെങ്കിലും ഒരു വേദിയിൽ നിന്ന്, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടുത്ത് നിന്ന് ഈ ഗവർണറുടെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ സമീപനത്തിനെതിരെ ഒരു വാക്കുപോലും വീഴാതെ കടന്നു പോകുന്നത് കൃത്യമായി ഈ അജണ്ടയുടെ ഭാഗമാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ സഹോദരൻ അതിനകത്തുണ്ട്. അതുകൊണ്ട് യൂത്ത് ലീഗ് മൗനം പാലിക്കുന്നു. MSFൻ്റെ മുൻ ദേശീയ സെക്രട്ടറിയും ഇപ്പോഴത്തെ യൂത്ത് ലീഗിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ആളാണ് ഈ ലോയറെ വന്നിരിക്കുന്നത്. ലോയർ എന്ന് പറഞ്ഞതുകൊണ്ട് ആളുടെ രാഷ്ട്രീയം മാറുന്നില്ലല്ലോ. ഗവർണറുടെ ലിസ്റ്റിൽ വന്ന മാർട്ടിൻ എന്നയാൾ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയാണെന്നും ഷൈജൽ ആരോപിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.